തൗഹീദു, നമ്മളിവിടെ ചർച്ച ചെയ്ത തൗഹീദ് ഉണ്ടല്ലോ, അത് ജൗഹറുൻ നഫീസുൻ, വിലമതിക്കാൻ കഴിയാത്ത മുന്തിയ രത്നമാണ്. അതിന് വിലവേഷം കഴിയൂല, വില എത്ര കണക്കാക്കാൻ കഴിയൂല. അത്രയും മുന്തിയതായിരിക്കുന്ന ഒരു ജൗഹറാണ്. അപ്പൊ നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കുക. ഈ ജൗഹറായിരിക്കുന്ന തൗഹീദ് നമുക്കുണ്ടോ ഇല്ലെന്ന് ആലോചിക്കാം. വലോ ഖിസ്താനി, ഈ മുന്തിയതായിരിക്കുന്ന തൗഹീദിന് രണ്ട് തൊലിയുണ്ട്. ആ രണ്ട് തൊലി കഴിഞ്ഞിട്ട് കിടക്കുന്ന കാമ്പാണ് ഈ ജൗഹർ. അഹദുഹുമ, രണ്ടിൽ ഒരു തൊലി, അബ്അദു അനിൽ ലുബ്ബി മിനൽ ആഖരി, മറ്റേ തൊലിയേക്കാൾ കാമ്പിനെയും വിട്ട് അകലെയാണ് ഏത് ഒരു തൊലി. ഉദാഹരണമായിട്ട് നമ്മൾ നാളികേരം എടുക്കാം. നാളികേരത്തെ പൊതിഞ്ഞ കാമ്പിനെ പൊതിഞ്ഞ ചിരട്ടയാണ്. അപ്പോ കാമ്പിനോട് അടുത്ത് നിൽക്കുന്ന ചിരട്ട അത് തൊലിയാണല്ലോ. അപ്പൊ ആ കാമ്പിനേക്കാളും ഈ ചിരട്ടയേക്കാൾ അകലത്ത് നിൽക്കുന്ന ചകിരി അല്ലെ. അപ്പൊ കാമ്പിനേക്കാൾ എത്രയോ അകലെയാണ് ചകിരി എന്നതുപോലെ തൗഹീദ് എന്ന് പറയുന്ന കാമ്പിനേക്കാൾ അകലെയാണ് ഒന്നാമത്തെ തൊലി. എന്നിരിക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മഹമൂദായിരിക്കുന്ന തൗഹീദിന്റെ നാമത്തെ ജനങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമാക്കി വെച്ചു. എന്തിനോട്? ഖിസ്ർ കൊണ്ടാ പ്രത്യേകമാക്കിയത്. പുറം തൊലിഭാഗത്തിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. അതിനപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞത്. ഖിശ്രി, ആ തൊലിയെ കാക്കാൻ പറ്റുന്ന പ്രവൃത്തി എന്താണോ അത്തരം പ്രവൃത്തിയെ കൊണ്ടും ആ തൊലിയെ കൊണ്ടും ജനങ്ങള് ഈ തൗഹീദിനെ പ്രത്യേകമാക്കി വെച്ചു. അഹ്മലുൽ കുല്ലിയത്തി, ആദ്യ തവണ തന്നെ, മൊത്തത്തിൽ തന്നെ ആദ്യ തവണ ഈ കാമ്പ് അവർ ഒഴിവാക്കി. കാമ്പിലേക്ക് ഒരു വന്നില്ല, തൊലിപ്പുറത്തുകൂടെ അങ്ങനെയാണ് പോയി. അങ്ങനെ വരുമ്പോൾ ചർച്ച ചെയ്യാൻ ഖിസ്റുൽ അവ്വലു, അപ്പോൾ ആദ്യത്തെ തൊലി. അതെന്താ? അന്തഖൂല, നീ പറയലാണ്, ബിലിസാനിക്ക, നിന്റെ നാക്കൊണ്ട് നീ പറയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാക്കൊണ്ട് നീ പറയുന്നു. ഇതൊരു തൊലിയാണ്. വഹാദ, എന്നിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിന്റെ നാക്കൊണ്ട് പറഞ്ഞ ഈ ആദ്യത്തെ തൊലിക്ക് യുസമ്മ തൗഹീദൻ, ഇത് തൗഹീദ് എന്ന് പറയാം. മുനാഖിലൻ, എങ്ങനെ തൗഹീദ്? പൊളിച്ചു കളയുന്നത്, എതിർക്കുന്നത്. എന്തിനെ? ലിത്തസ്ലീസി, ത്രിയേകത്വത്തെ. അല്ലത് എങ്ങനത്തെ തസ്ലീസ്? സ്വറഹബി, ആ തസ്ലീസ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു. അന്നസ്വാറ, ക്രിസ്ത്യാനികൾ. അപ്പൊ ക്രിസ്ത്യാനികൾ മറിയം ബീവി, ഈസാ നബി, അല്ലാഹ്, ഇത് മൂന്നും കൂട്ടിയിട്ട് ഒരു മൂന്ന് ത്രിയോഗത്വം അവരുണ്ടാക്കി ദൈവങ്ങളെ. അപ്പൊ ഇത് വലിയ ദൈവം അല്ലാഹ്, ആ ദൈവത്തിന്റെ ആത്മീയ ഭാര്യ ആരാണ്? മറിയം ബീവി. പിന്നെ ആത്മാവിന്റെ മകനായിട്ട് ദൈവപുത്രനായിട്ട് ആര് വന്നു? ഈസ. മൂന്ന് ദൈവങ്ങളാ. അപ്പോൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും വേണ്ടല്ല, ക്രിസ്ത്യാനികൾ വ്യക്തമാക്കിയതായിരിക്കും ത്രിയേകത്വം. ആ ത്രിയേകത്വത്തിനെ പൊളിച്ചു കളയുന്ന, എതിർക്കുന്ന വിധത്തിലുള്ള തൗഹീദിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യത്തെ തൊലി. അങ്ങനെയാണല്ലോ, അള്ളാഹു അല്ലാതൊരു ഇലാഹില്ല എന്നതിനർത്ഥം. വലാകിന്നഹു, അങ്ങനെയാണ് എങ്കിലും ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ തൗഹീദ് ഖദ് യസ്തുറു മിനൽ മുനാഫിഖി, കപട വിശ്വാസിയിൽ നിന്നും ഇതുണ്ടാവും. അല്ലദീ, അങ്ങനത്തെ കപടൻ, യുഖാലിഫു സിർറുഹു ജഹ്റഹു, അവന്റെ നാക്കുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ പറഞ്ഞെങ്കിലും അതിനോടെതിരാണ് അവന്റെ മനസ്സ്. അവന്റെ മനസ്സിന്റെ അകത്തളത്തിൽ രഹസ്യമാക്കി വെച്ചത് അവന്റെ നാക്കിലൂടെ പുറത്തേക്ക് വിട്ടതിനോട് എതിരായി നിൽക്കുന്ന കപടൻ. ആ കപടനിൽ നിന്നും എന്തുണ്ടാവാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിക്കൂടെ? അങ്ങനെ പറയുമ്പോൾ അവൻ എന്താക്കിയിട്ടെണ്ണാം? മുസ്ലിമായിട്ടെണ്ണാം. അപ്പൊ ഇത് കാമ്പല്ല, ഇത് പുറംതൊലിയാണ്, നാക്കൊണ്ട് പറയുന്ന പുറംതൊലിയായി വന്നേ. വൽ ഖിശ്റുസ്താനി, ഇനി രണ്ടാമത്തെ തൊലി എന്താ? അല്ലാ യകൂന ഫിൽ ഖൽബി, ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ്? ഇല്ലാതിരിക്കണം. ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കുക. എന്ത്? മുഖാലിഫത്തുൻ ലിമഫ്ഹൂമി ഹാദൽ ഖൗൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഈ വാക്കിന് അർത്ഥമുണ്ട്. ആ മഫ്ഹൂമിനെ നിഷേധിക്കാതെയും അതിനെതിർക്കാത്തതും ഉണ്ടാവാതിരിക്കണം എന്നാണ് ഖൽബിന്റെ അകത്തിലൂടെ രണ്ടാമത്തെ തൊലി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൊലി പറയുമ്പോൾ ആ തൊലി പറഞ്ഞത് ഖൽബിലേക്ക് ചെല്ലുമ്പോൾ ആ ഖൽബ് എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അംഗീകരിക്കണം, അതിനോട് എതിര് വരാൻ പാടില്ല. അപ്പൊ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനത്തിന്റെ മാനയോട് നിഷേധമോ എതിരമോ ഹൃദയത്തിൽ ഉണ്ടാവാതിരിക്കണം. ഇതാ രണ്ടാം തൊലി. പക്ഷേ രണ്ടാം തൊലിന്റെ ഉള്ളിലാണ് കാമ്പ് കിടക്കുന്നത്. വല്ലെങ്കിലും യസ്തമിൽ ഖൽബ്,
ആ കൽബിന്റെ പുറം ഭാഗം ചുറ്റി വരയുന്നു. അലാ ഇഅ്തിഖാദിഹി, ആ കൽബിന്റെ അകത്തളത്തിലുള്ള വിശ്വാസം എന്താ, ആ വിശ്വാസത്തിന്റെ മേൽ എന്താകുന്നു, ആ കൽബിന്റെ പുറം ഭാഗം ഇങ്ങനെ ചുറ്റുന്നുണ്ട്. വകദാലിക, അപ്രകാരം തന്നെയാണ് എന്ത്, അത്തസ്ദീഖു ബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് വാസ്തവമാക്കുക എന്നുള്ളത്. ഇതാണ് ഇപ്പൊ ഒരു തൗഹീദ്. ഇത് തൗഹീദ് അവാമിൽ ഖൽഖി, പൊതുവെ നമ്മളെ പോലെ ഉള്ള ആളുകളുടെ തൗഹീദാണ് ഇപ്പൊ ഇത്. നമ്മളങ്ങനെയാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ വാസ്തവമാക്കിയിട്ടുമുണ്ടത്. അതിപ്പോ നമ്മളെക്കുള്ള ഈമാനാണ്, തൗഹീദാണ്. വൽ മുതകല്ലിമൂന, മുതകല്ലിമീങ്ങളായ ആളുകള്, സമാ സബഖ, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടാരാ മുതകല്ലിമീങ്ങൾ, അവർ ഹറാസ്, അവർ ഹറാസ് ഹാദൽ ഖിശ്രി, നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ തൊലിയുണ്ടല്ലോ, ഈ തൊലിയെ സംരക്ഷിക്കുന്നവരാണവർ. എന്തിനെ തൊട്ട് സംരക്ഷിക്കുന്നുണ്ട്? ആ സംരക്ഷകരെങ്ങനെ, കാവക്കാരൻ എന്തിനെ തൊട്ട്, അന്തശിവീസിൽ മുബത്തദിഅത്തി, പുത്തനാശയക്കാരായ ആൾക്കാർ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും തൗഹീദിനോട് മായം ചേർത്തിട്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ തശ്വീസാക്കി മാറ്റും. അങ്ങനെ സ്വീപ്പാക്കുന്നതിനെ തൊട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് ശരിയെന്ന് വളരെ ആ തൊലിയെ സംരക്ഷിക്കാൻ പറ്റുന്നവരാണ് ആര്? ഈ മുത്തകല്ലിമീങ്ങള്. അതിന്റെ സംരക്ഷകരാണ് അവർ എന്നേ പറയാനുള്ളൂ. അങ്ങനെയാണ് മുത്തകല്ലിമീ ഉള്ളത്. സംരക്ഷിക്കുന്ന വഴിയാണ് അവർ ചെയ്യുന്നത്. ആയിരിക്കട്ടെ, രണ്ട് തൊലിയും ചർച്ച ചെയ്തു. എന്താ, ഒന്നാം തൊലി നാക്ക്, രണ്ടാം തൊലി കൽബിലുള്ള ആ യോജിപ്പ്, എതിർപ്പില്ലാതിരിക്കണം. വസ്താലിസൂനി, മൂന്നാമത്തെ എന്താ, ഹുവൽ ലുബാബ്, അതാണ് കാമ്പ്, തനിച്ച കാമ്പ്. ആ കാമ്പാണ് കിട്ടേണ്ടത്. എന്താണ് ആ കാമ്പ്? നോക്കിക്കോ, അയ്യറൽ ഉമൂറ കുല്ലഹ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച മുവഹിദ്, അദ്ദേഹത്തിന്റെ കാമ്പ് എന്തായിരിക്കും? എല്ലാ കാര്യങ്ങളെയും അവൻ കാണുക. മിനല്ലാഹി തആല, അള്ളാന്റെ ഭാഗത്തുനിന്നുണ്ടായതാണെന്ന് മാത്രമേ കാണൂ. റുഇയ്യത്തിനൊരു കാഴ്ച, ഇങ്ങനത്തെ കാഴ്ച, തഖത്തോത് മുറിച്ചുകളയും. ഇൽത്തിഫാത്തു വൽ വസായിത്തി, ഒരുപാട് മാധ്യമങ്ങൾ കാണും. ആ മാധ്യമങ്ങളൊക്കെ തൊട്ട് തിരിഞ്ഞു കളയണം, അവർക്ക് നോക്കണില്ല. ആ തിരിഞ്ഞു കളയുന്നതിനെ മുറിച്ചു കളയാൻ പറ്റുന്ന വിധത്തിലുള്ള നോട്ടുണ്ട്. അത്ര നോക്കുമ്പോൾ എല്ലാം അല്ലാഹു എന്നാണ് മനസ്സിലാവും. അങ്ങനെ കാണുന്നവനാണ്, ആ കാണലാണ് ലുബാബ്, അതുള്ളവരാണ് യഥാർത്ഥ മുവഹിദ്. എന്നിട്ട് മാത്രമല്ല, ആ അള്ളാഹ്ക്ക് അവൻ ആരാധിക്കലുമാണ്. ഇബാദത്തിനൊരു ആരാധിക്കൂ. എങ്ങനത്തെ ഇബാദത്ത്? യഫ്റുദു ബിഹാ, ആ ഇബാദത്ത് കൊണ്ട് ഈ അള്ളാഹനെ മാത്രമേ തനിപ്പിക്കും. ആ വിധത്തിലുള്ള ഇബാദത്ത് നടത്തുകയും വേണം. ഫലാ യഅ്ബുദു ഗൈറഹു, അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും ആരാധന വരികയില്ല. ഉണ്ടാവും തന്റെ മനസ്സിൽ അള്ളാഹ്, ആ അള്ളാഹുടെ മാത്രമുള്ള ആരാധന മാത്രമേ വരികയുള്ളൂ. വയഖ്റുജു അൻ ഹാദ തൗഹീദി, നമ്മൾ പറഞ്ഞ ഈ കാമ്പാകുന്ന ഈ തൗഹീദിനെ തൊട്ട് പുറത്തു പോകും. അത്ബാഉൽ ഹവാ, ഇച്ഛകളോട് ഒരു വസ്തുവിന് ആഗ്രഹം വരുമ്പോൾ ആ വസ്തുവിലേക്ക് ശരീരമായിട്ട് ചായലാണ്. അതാ ശരീരത്തിന്റെ വികാരം. അത്തരം വികാരങ്ങളോട് പിൻപറ്റിയ അണികളുണ്ടല്ലോ, അവർ ഈ തൗഹീദിന് പുറത്താണ്. കാരണം അവർ മനസ്സിലതില്ല. മനസ്സിന്റെ അകത്തളത്തിൽ അള്ളാനെ കാണണം, അതാണ് യഥാർത്ഥ തൗഹീദ്. അവർക്കില്ല. അപ്പൊ കുല്ലു മുത്തബിഇൻ ഹവാഹു, തന്റെ ഇച്ഛയോട് പിൻപറ്റി ജീവിക്കുന്ന എല്ലാ ആളുകളും ഫഖദ് ഇത്തഖദ ഹവാഹു, അവന്റെ ഇച്ഛയെ ദേഹേച്ഛയവനാക്കി വെച്ചു. മഅ്ബൂദഹു, അവന്റെ യഥാർത്ഥ മഅ്ബൂദ് അല്ലല്ല, അവന്റെ ഇച്ഛയാണ്. ആ ഇച്ഛയാക്കി വെച്ചു അവൻ എന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത്തരം ആളുകളെ കുറിച്ച്. അവറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാഹു, തന്റെ ഇച്ഛയെ പടച്ചോനാക്കി വെച്ച ആൾക്കാരെ കുറിച്ച് താങ്കൾ എനിക്ക് വിവരം നൽകുക എന്ന് വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ വാക്കുണ്ടല്ലോ. അപ്പൊ അവിടെ ഇലാഹാരാണ്? അവന്റെ ഹവയാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്ത്? അബ്ഗദു ഇലാഹിൻ ഉബിദ ഫിൽ അർളി, ഭൂമി ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഇലാഹുകളിൽ ഏറ്റവും കോപമായത് എന്തല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വെച്ച് കോപമായ ഇലാഹ് ഹുവൽ ഹവാ, അതെന്താണ്? അവന്റെ ഇച്ഛയാണ്. അവന്റെ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് യാതൊരു ശ്രദ്ധയുമില്ലാതെ ഒരുപാട് അശ്രദ്ധകൾ നിസ്കാരത്തിൽ കൊണ്ടുവരുമ്പോ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ല, അത് ഇച്ഛക്കുള്ള ഇബാദത്താണ്.
അപ്പൊ ആ ഇച്ഛ എന്താക്കുമ്പോൾ ദൈവമാക്കി വെച്ചു. ആ ദൈവത്തിനോട് അല്ലാഹു തആലക്ക് വലിയ കോപമാണെന്ന് മനസ്സിലാക്കാം. ഇത് മാറ്റി ഒഴിവാക്കണം. ഇനി ഇൻഷാ അല്ലാഹു അല തഹ്ഖീഖി എന്ന് പറയാനുണ്ട്. ഇതാണ് ഇവിടെ ചർച്ച. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്? കാമ്പാണ് ജൗഹർ നഫീസായിരിക്കുന്ന സാധനം തൗഹീദാണ്. അത് രണ്ട് തൊലിയുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നാക്കാണ്, ഒന്ന് കൽബാണ്. ആ കൽബിന്റെ പുറം ഭാഗം ഈ തൗഹീദുമായി ഉറപ്പിച്ച് അങ്ങനെ തലത്തിൽ എത്തിയിട്ട് എല്ലാം അല്ലാഹുവിൽ, ഒരു മാധ്യമം അവിടെ വരുന്നില്ല. ആ നിലപാടിൽ എത്തുമ്പോഴാണ് യഥാർത്ഥ മുവഹിദാവുകയുള്ളൂ. ഇനി അത് തഹ്ഖീഖ് പറയാനുണ്ട്. തുടർന്ന് കേൾക്കാം ഇൻഷാ